രക്ഷകനുര ചെയ്താൻ എന്മേയ് രക്തങ്ങൾ കൈക്കൊള്ളുന്നോരിൽ വാസം ചെയ്യും ഞാൻ. വിശ്വാസി സമൂഹം ദിവ്യകാരുണ്യ അനുഭവത്തിൽ സ്വയം സമർപ്പിച്ചുകൊണ്ട് മൂവാറ്റുപുഴ രൂപതയുടെ പ്രഥമ ദിവ്യകാരുണ്യ കോൺഗ്രസ് പീച്ചി ദർശന കൺവെൻഷൻ സെന്ററിൽ സമാപിച്ചു. 2023 നവംബർ 30 ആരംഭിച്ച ദിവ്യകാരുണ്യ വർഷത്തിനാണ് സെമിനാർ, ആഘോഷമായ വിശുദ്ധ കുർബാന, ദിവ്യകാരുണ്യ ആരാധന, ദിവ്യകാരുണ്യ പ്രദക്ഷിണം എന്നിവയോടെ സമാപനമായത്. പൊതുസമ്മേളനം തൃശൂർ അതിരൂപതാ സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്തു. ദിവ്യകാരുണ്യ ഈശോയുടെ പ്രേക്ഷിതരായി സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. പൂനാക്കട്കി രൂപതാ ബിഷപ്പായി നിയമിതനായ മൂവാറ്റുപുഴ രൂപതാംഗം ഡോക്ടർ മാത്യൂസ് മാർ പക്കോമിയോസിനെ ചടങ്ങിൽ അനുമോദിച്ചു. ഒരു രൂപതയിലെ പിതാക്കന്മാരും വൈദികരും സന്യസ്തരും ആത്മായ പ്രതിനിധികളും ഒരുമിച്ച് ചേർന്ന് സഭയുടെ ഏറ്റവും അടിസ്ഥാനപരമായ വിഷയത്തെ പഠിക്കുകയാണ്. എനിക്ക് എൻ്റെ താമസമുറിയുടെ അരികിൽ കൊച്ചു ചാപ്പലുണ്ട്. അതിൽ ദിവ്യകാരുണ്യമുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ അനുഗ്രഹവും ബലവും ശക്തിയും ആ വിശ്വകുർബാനയിലുള്ള മുമ്പിലുള്ള എൻ്റെ ഇരിപ്പാണെന്ന് ഞാൻ എല്ലാവരുടെയും മുമ്പാകെ സാക്ഷ്യപ്പെടുത്തുന്നു. 25 വർഷത്തിലധികമായി അൾത്താര ശുശ്രൂഷ നിർവഹിക്കുന്ന 28 വ്യക്തികളെ ചടങ്ങിൽ ആദരിച്ചു. മൂവാറ്റുപുഴ ബിഷപ്പ് ഡോക്ടർ യുഹന്നാൻ മാർ തിയോഡോഷ്യസ്, ബിഷപ്പ് ഡോക്ടർ എബ്രഹാം മാർ ജൂലിയോസ്, തോമസ് ഞാറക്കാട്ട് കോറെപ്പിസ്കോപ്പ, ഫാദർ ജോണി ചെരിക്കായത്ത് എന്നിവർ സംസാരിച്ചു. രാവിലെ നടന്ന സെമിനാറിൽ ഫാദർ സെബാസ്റ്റ്യൻ ചാലക്കൽ, ഫാദർ ജോളി കരിമ്പിൽ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. വൈദികർ, സന്യസ്തർ, ഇടവകകളിൽ നിന്നുള്ള അൽമായ പ്രതിനിധികൾ എന്നിവർ ഉൾപ്പെടെ 1000-ഓളം പേർ ദിവ്യകാരുണ്യ കോൺഗ്രസിൽ പങ്കെടുത്തു. പരിഹാരം നേടി നിശ്ചയമായി ജീവൻ പ്രാപിക്കും ഞങ്ങൾ. രക്തശരീരങ്ങൾ കൈക്കൊണ്ടതു മൂലം അന്ത്യദിനേ ഞങ്ങൾ